ഇന്ന് ദുഃഖറാന പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സഭയുടെ മക്കൾ ഒരു വിശുദ്ധ ബലി കെട്ടുവാൻ സമാധാനത്തോടുകൂടെ ഇടവകയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇന്ന് സഭാമക്കൾ മൗണ്ടിൻ്റെ മുൻപിൽ നമ്മളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വരുമ്പോൾ പോലീസ് വാനാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഇത് സഭയുടെ മക്കൾ സഭയുടെ ആലയമായ മൗണ്ടിലേക്ക് പണ്ടെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ആത്മീയതയോടുകൂടെ നമ്മുടെ വിശ്വാസ സത്യത്തിൽ ഒരുമയോടുകൂടെ നമ്മൾ കയറിക്കൊണ്ടിരുന്ന മൗണ്ടിൽ ഇന്ന് നമ്മളെ എതിരേൽക്കുന്നത് പോലീസ് വാനും പോലീസുകാരുമാണ് വിത്ത് ലാത്തി. അതും മറക്കരുത്. ഈ ഇടകളിൽ പലപ്പോഴായിട്ട് ഇടവകക്കാരെ അടക്കം പോലീസിനെ കൊണ്ട് അടുപ്പിച്ച ചരിത്രം ആദ്യമായാണ് സഭയിൽ ഇത്രയ്ക്കും വഷളായിട്ടുണ്ടാകുന്നത്. ഇതൊന്നും മറക്കാൻ പറ്റുന്നതല്ല. ഇതിന് നാന്ദി കുറിച്ചതാരാന്നറിയും? അന്ന് ജോമോൻ ആരക്കുഴ ബ്രദറും നമ്മളുടെ ബാക്കിയുള്ള സഹോദരങ്ങളും കൂടെ മൗണ്ടിൽ വന്നപ്പോൾ കാവൽപുരയിടവും തുരുത്തിപ്പള്ളി അച്ഛനും കൂടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കി എയറിൽ നിർത്തി ജോൺ ആരക്കുഴ ബ്രദറിനെ ചെകിട്ടത്തടിക്കാൻ നോക്കുകയും തുരുത്തിപ്പുഴ അച്ഛൻ പറയുകയും ചെയ്തു, മര്യാദയ്ക്ക് അല്ലെങ്കിൽ അടിച്ച് അബ്ബ് കലക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരച്ഛനെ പറയാവുന്നതാണ് ഒരൽമായനോട്. അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കിയ ഇവരെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവരൊക്കെ അച്ഛന്മാരാണോ, വൈദികരാണോ? അന്ന് തുടങ്ങിയതാണ് സഭയുടെ വാതിലും അടച്ചിട്ട് സഭയുടെ വിശ്വാസികൾക്ക് ആവശ്യങ്ങൾ പറയാൻ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ച ഈ അച്ഛന്മാരെയും ഇതിന് കൂട്ടുനിൽക്കുന്ന സഭാ മേലധികാരികളെയും കർശനമായിട്ട് തന്നെ അൽമായർ നേരിടണം എന്ന് മാത്രമല്ല, സഭാപിതാക്കന്മാർ, സിനഡ് പിതാക്കന്മാർ ഇതിനൊരു അറുതി വരുത്തണം. ഇവർക്ക് ഓശാന പാടുന്നവരെ മാത്രമേ അകത്ത് കയറ്റുകയുള്ളൂ. എല്ലാ കള്ളനെയും കട്ടുമുടിക്കുവാൻ വേണ്ടിയിട്ട് സഭയിൽ അധികാര സ്ഥാനങ്ങളും മോഹങ്ങളും ഭരണവും ആഗ്രഹിക്കുന്നവർക്ക് മാത്രം സ്ഥാനം. ശരിയായ വിശ്വാസികൾ പുറത്ത്. അൽമായറിൽ 99.8% വിശ്വാസികളും സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഒരു 0.2% ഉള്ളൂ ഈ അൽമായ വിമതക്കൂട്ടം. ഇവർക്ക് വേണ്ടിയാണോ ഇന്ന് സഭാ പിതാക്കന്മാരല്ലേ നേതാക്കന്മാർ നിൽക്കുന്നത്? ഇത് ശക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സിനഡ് പിതാക്കന്മാർ ഇതിന് ഒരു തിരുത്തൽ സംഭവിപ്പിക്കേണ്ടതാണ്. ഇന്നിപ്പോൾ നിങ്ങൾ കുര്യനെ മാറ്റി, അല്ലെങ്കിൽ ബസ്ലിക്കയിൽ നിന്ന് മണവാളനച്ഛൻ എന്താ ചെയ്തേ? താക്കോല് കൊടുക്കാതെ ഇറങ്ങിപ്പോയി. മണവാളനച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഒരു സീനിയർ വൈദികന് പറയാവുന്നതും ചെയ്യാവുന്ന കാര്യങ്ങളാണോ? അതായത് സഭയുടെ ക്രിസ്ത്യാനി എന്ന പേര്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറ കെട്ടുപോയാൽ എന്തിനു കൊള്ളാം, പുറത്ത് ചവിട്ടി അരയ്ക്കാൻ കൊള്ളാം എന്നുള്ള വചനമാണ് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഈ സീനിയർ വൈദികർ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുകളും മൗണ്ടിലിരിക്കുന്നവർ 1-2 അച്ഛന്മാർ, പ്രത്യേകിച്ച് ഇപ്പം 8 കൊല്ലം സ്ഥാനവും സമയവും കഴിഞ്ഞിട്ടും ചാൻസലറായിട്ട് അവിടെ ഇരുന്ന് എല്ലാത്തിൻ്റെയും കീ കൊടുക്കുന്ന എല്ലാ കളിപ്പാവന്മാർ അച്ഛന്മാരെയും ബിഷപ്സിനെയും വെച്ചിട്ട് കീ കൊടുത്ത് എല്ലാത്തിൻ്റെ ആസൂത്രണം ചെയ്യുന്ന കാവൽ പുരയിടത്തിൽ തന്നെ ആദ്യം മൗണ്ടി നിറയ്ക്കാൻ ഈ സഭ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഈ ചരിത്രം അൽമായരെ കഴുത്തിന് പിടിച്ച് പൊക്കുകയും അട്ടിക്കാൻ ശ്രമിക്കുകയും പോലീസിനെ വെച്ച് ഞങ്ങൾക്ക് ഒരു വിധത്തിലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ സഭയിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ച ഈ അച്ഛന്മാരെന്ന് വൈദികരെന്ന് വിളിക്കാൻ സാധിക്കില്ല. നൈറ്റിക്കാരെന്ന് തന്നെ ഉള്ള ഓമന പേരിൽ തന്നെ ഇവരെ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് സമൂലം മാറ്റാൻ സിനഡ് പിതാക്കന്മാരെ നിങ്ങൾ ഈ ഓഗസ്റ്റ് കൂടുന്ന സിനഡിലെങ്കിൽ തീരുമാനമെടുത്ത് സഭാവിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്ന് സെൻറ്റ് തോമസ് രക്തം ചിന്തിയ ദിവസമാണ്, ഓർമ്മ പെരുന്നാൾ നടത്തുന്ന ദിവസമാണ്. ഈ ദിവസം ഇതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ധ്യാനിച്ച് എങ്ങനെ സഭയെ വീണ്ടെടുക്കാൻ പറ്റും, ഈ കളങ്കങ്ങൾ എങ്ങനെ കഴുകിക്കളയാൻ പറ്റും, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിരിക്കണം ഈ ഓഗസ്റ്റ് സിനഡിൽ. അല്ലാതെ ഈ എല്ലാ വിധത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും അധികാരമോഹങ്ങളും ഉള്ളവർക്ക് അരപ്പട്ടയും കൊടുത്തിട്ട് ഇനി ഒരു പുതിയ ഒരു ചരിത്രത്തിലേക്ക് സഭയുടെ എല്ലാം അടിത്തറ ഇളക്കുന്ന ഒരു ഭാവി
തലമുറയെ വാർത്തെടുക്കുന്നതായിരിക്കരുത്. നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഓരോ ദിവസത്തിനും ഓരോ കാര്യങ്ങൾക്കും കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കണം അടുത്ത സിനഡ്. നന്ദി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഭയെ പ്രത്യേകമായിട്ട് തോമസ് ലീഹ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി.